ഗുഡ് മോർണിംഗ് ഗായ്സ്. അങ്ങനെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് സുമോർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വില്ലേജിലാണ്. ഇന്നലെ സിയാച്ചിൻ ബേസ് ക്യാമ്പിൽ നിന്ന് തിരിച്ചു വരുന്ന വഴി നമ്മളിവിടെ സുമോർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വില്ലേജിൽ റൂം എടുത്തു. റൂം ഇൻ ദ സെൻസ് അടിപൊളി ഹോം സ്റ്റേ ആട്ടോ. കാണിച്ചു തരാം, ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാനിപ്പം നമ്മുടെ ഇതാണ് നമ്മുടെ റൂം കേട്ടോ. ഇപ്പോൾ അലങ്കോലാക്കിയിട്ടാണ് രാത്രി വന്നുകൊണ്ട് കാണിച്ചു തരാൻ പറ്റിയില്ല. അടിപൊളി റൂമാണ്, കുഴപ്പമൊന്നുമില്ല. ഇത് കണ്ടോ, ഈ താണ് വ്യൂ. ഹോം സ്റ്റേ എന്ന് പറയുമ്പോൾ ഇവിടെ ഉള്ള ഇല്ലാത്ത ഫ്രൂട്ട്സ് ഇല്ല. ഇത് എന്ത് ഫ്രൂട്ടാണെന്ന് അറിയില്ല. അവിടെ താക്കണ്ടോ, ആപ്പിള്, പിന്നെ ഇത് ആപ്രിക്കോട്ട്. അവിടെ ആപ്പിൾ പറിച്ചിട്ടുണ്ട്. അവിടെ ചെറിയൊരു സാധനം നിൽക്കുന്നുണ്ട്. ഇവിടെ സൈഡിൽ കൂടി ഗാർഡൻസൊക്കെ പോകുന്നുണ്ട്. ചെടികൾ കണ്ടോ. ഇവിടെ നേരെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതേ കാണുന്ന മഞ്ഞുമല കണ്ടോ, കട്ട മഞ്ഞായി നിൽക്കുക കേട്ടോ. കട്ട മഞ്ഞ് അതിൻ്റെ തണുപ്പും കൂടെ അടിക്കുന്നുണ്ട് കേട്ടോ. ചെറുതായി തൊണ്ടൊക്കെ അടച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലെ ചെറിയൊരു പണി കിട്ടി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളിന്നലെ വരാൻ ഇച്ചിരി ലേറ്റായെന്ന് പറഞ്ഞല്ലോ. കുറേ നല്ല അടിപൊളി സീനറി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് കുറച്ച് വീഡിയോ ക്ലിപ്പിങ്സൊക്കെ എടുത്ത്, വ്ളോഗിങ് അല്ല, ലൈക്ക് വെറുതെ ഒക്കെ എടുത്ത് വന്നു. പിന്നെ ഇവിടെ എത്തിയിട്ട് ഞാൻ എല്ലാം കോപ്പി ചെയ്തു. പക്ഷേ എന്തോ ഭാഗത്തിന് സിയാച്ചിൻ്റെ ക്ലിപ്പിങ്ങുകളെല്ലാം എനിക്ക് കിട്ടി, ബാക്കിയെല്ലാം കറക്റ്റഡ് ആയിപ്പോയി. ഒരു ഐഡിയ ഇല്ല എന്താണെന്നുള്ളത്. ആകെ ഷോക്കായിപ്പോയി സത്യം പറയാലോ. അത്രയും അടിപൊളി ക്ലിപ്പിങ്സ് ഞാൻ ഫോണിൽ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഷോർട്സ് ആക്കി ഇടാം. പക്ഷേ ഇത് ഭയങ്കര ഇതായിപ്പോയി. എന്താ അറിയില്ല, നമുക്ക് നോക്കാം അത് റിക്കവർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ നമ്മളങ്ങനെ പോകുന്നത്. പിന്നെ ഇന്നലെ നമുക്ക് വേറൊരു ഇതും കൂടി കിട്ടി. കാരണം നമ്മളിന്നലെ ഓൾറെഡി നമ്മൾ പെട്രോൾ ക്യാരി ചെയ്തിട്ടാണ് പോയത്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഒരു അങ്കിള് അങ്ങോട്ട് വണ്ടി എടുത്ത് പോയിരുന്നു. ഒരു ADV 390 KTM 390 അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. തിരിച്ച് വരുന്ന വഴി പുള്ളിക്കാരൻ സുഹിത്താറിനോട് പറഞ്ഞു, ഇച്ചിരി പെട്രോൾ തരുമോ, പെട്രോൾ തീരെ ഇല്ലാന്ന്. അപ്പോൾ നമുക്ക് അങ്ങനെ പുള്ളിക്കാരനൊന്ന് സഹായിക്കാൻ പറ്റി. പെട്രോൾ കൊടുത്ത് നമ്മൾ സഹായിച്ചു. പുള്ളിക്കാരന് 55 വയസ്സുണ്ട്. ഫ്രം വെസ്റ്റ് ബംഗാൾ. ഒറ്റയ്ക്ക് പുള്ളിക്കാരൻ വെസ്റ്റ് ബംഗാളിലെ പോലീസാണ്. പുള്ളിക്കാരൻ ഒറ്റയ്ക്ക് അവിടുന്ന് റൈഡ് ചെയ്ത് വന്നേക്കുക, ലഡാക്ക് മൊത്തം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, 55 വയസ്സുള്ള ആളാണ്. വേറെ മൈൻഡ് മനുഷ്യൻ, അത്രേ പറയുള്ളൂ. ഓക്കെ, എനിവേ കഴിഞ്ഞു. ഇനി നമുക്ക് മുന്നോട്ട് പോകാനുള്ളതാണ്. ഇന്ന് നമ്മൾ പാങ്ങോങ് ആണ്. ഇന്ന് നല്ല വെടിച്ചിൽ ഓഫ് റോഡാണെന്നാണ് കേട്ടത്. ഒരു രക്ഷയില്ലാത്ത ഓഫ് റോഡാണ്. അപ്പോൾ ഇന്ന് ഇവിടെ മുതൽ നമ്മൾ ഓഫ് റോഡ്. കാരണം ലഡാക്കിന് എനിക്ക് തോന്നുന്നു ഒരു കൊല്ലത്തിനുള്ളിൽ ഈ ഓഫ് റോഡൊന്നും ലഡാക്കിൽ ഉണ്ടാവില്ല. കാരണം ഒരുവിധം എല്ലാ റോഡും ഇവർ അടിപൊളിയാക്കി മെയിൻറ്റെയിൻ ചെയ്ത് പുതുതായിട്ട് ഉണ്ടാക്കി വരുന്നുണ്ട്. അപ്പം ഈ ഒരു റൂട്ട് മാത്രം റോഡ് പണി നടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ എത്രത്തോളം അത് ആയിട്ടുണ്ട് ഒന്നും അറിയില്ല, ഒരു ഐഡിയ ഇല്ല. നമുക്ക് പോയി നോക്കാം. പോയവരൊക്കെ പറഞ്ഞത് കിടിലൻ എന്താ പറയുക ഓഫ് റോഡാണെന്നാണ് പറഞ്ഞത്. ഈ രീതി കേട്ടോ നമുക്ക് ഇന്നലെ ഫുഡൊക്കെ വെച്ച് തന്നത്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ ആൻറ്റി കേട്ടോ നമുക്ക് ഇവിടെ ഇന്നലെ ഞങ്ങൾ ചോറ് അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഫുഡിൻ്റെ ഒക്കെ ചോറ്, മറ്റേ കോളിഫ്ലവർ, ഇവിടുത്തെ ഫ്രഷ് ആപ്പിൾ, സാലഡ്, പിന്നെ ദാല്, ഫുള്ള് അടിപൊളി. വീട്ടിൽ നിന്ന് എങ്ങനെയാണോ കഴിക്കുന്നത് അതേമാതിരി. വീട്ടിൽ ആപ്പിളൊന്നും കഴിക്കാറില്ല, എന്നാലും വീട്ടിലെ ആ ഒരു ടേസ്റ്റൊക്കെ പറയൂലേ, അതൊക്കെ ഒരു രക്ഷയില്ലായിരുന്നു. ഇതാട്ടോ ഡൈനിങ് ഹാള്. നമുക്ക് ഇവിടെ പോയിട്ട് ഫുഡ് കഴിക്കാം. ആ സീൻസൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിലൊക്കെ ഒരു ഗാർഡനൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെയാണ് നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ളത്. ഇത് കണ്ടോ, ഫ്രഷ് ആപ്പിളിൻ്റെ മരം. ഫ്രഷ് ആപ്പിൾ. ഇത് ഫ്രഷ് അല്ല, ഇത് വീണ് പോയതായിരിക്കും, അവരെടുത്ത് വെച്ചതാണ്. നല്ലതാണോ അതൊക്കെ? മീൻസ് കറക്റ്റ് പാകമാണോ? എടാ കഴുകണല്ലോ. ഇതിനകത്ത് എന്ത് പൊടിയുണ്ട്. ഇത് ജസ്റ്റ് അവിടെ നിന്ന് കഴുകട്ടെ. തുടച്ചാതി വൃത്തിവനില്ലാത്ത സാധനം. എൻ്റെ അമ്മേ, കൈ പോയി. എന്താ ഫ്രഷ് ആപ്പിള്. അങ്കിള് തന്നാട്ടോ.
ഇത്ര ആപ്പിൾ ഫ്രഷായിട്ട് ഇപ്പോൾ പറിച്ചിട്ട് ഞങ്ങളോട് കൊണ്ടുപോയിക്കാൻ പറഞ്ഞു. എവിടെ താടാ ഇതെവിടെ വെക്കൂ, ഇതെവിടെ വെക്കൂടാ? ആ ടാങ്ക് ബാഗിൽ വെക്കാം. ഓക്കെ, ഒരു മിനിറ്റ്. ഈ ആപ്ക ഇതാണ് എയോ ഗസ്റ്റ് ഹൗസ് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് താമസിക്കാൻ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ നിങ്ങളുടെ ഇതിനകത്ത് ഇടാം കേട്ടോ. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. ഫിർ മിലേഗ, ബൈ ബൈ. ഞങ്ങൾ പതുക്കെ പോവാം കേട്ടോ. മതി കഴിച്ചത്, എന്ത് കഴിക്കില്ല, മതി, പോവാ, വാ, ലെറ്റ്സ് ഗോ. നമുക്ക് എന്താ പറയുക, നമ്മുടെ സ്വന്തം വീട്ടിൽ പോയ മാതിരിയുള്ളൊരു ഫീലിംഗ് കേട്ടോ. നല്ല രീതിയിലാണ് അവർ നമ്മളെ ഹാൻഡിൽ ചെയ്യുന്നതൊക്കെ കേട്ടോ. കസ്റ്റമർ ഹാൻഡ്ലിംഗ് ഒക്കെ അവർ ഭയങ്കരമായിട്ട് നല്ല എന്താ പറയുക, എളിമയോട് കൂടിയും നല്ല രീതിയിലാണ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് അവിടെ തന്നെ നിൽക്കാനൊക്കെ തോന്നിപ്പോവും. അവർ ബിസിനസ്, ഓക്കെ ബിസിനസ്സാണ്, ബട്ട് നല്ല ഭയങ്കര ഇഷ്ടമായി അവിടെ. ഇപ്പം ഒരുവിധം എനിക്ക് തോന്നി ഇവിടെയുള്ള ഹോം സ്റ്റേസ് മൊത്തം അങ്ങനെയാണെന്ന്. പക്ഷേ ഇതെനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഇത്രയും കാലം നിന്നേ ഇല്ല, നമ്മുടെ ഈ ഇത്രയും റൈഡ് ചെയ്ത് നിന്ന ഹോം സ്റ്റേസിൽ ഇഷ്ടപ്പെട്ടത് എനിക്കിത് തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, പതിവ് പോലെ തന്നെ നമ്മുടെ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകൾ നമ്മുടെ രണ്ട് സൈഡിലുണ്ട്. വലത് ഭാഗത്ത് വലിയ വലിയ മൗണ്ടൻ, ഇടത് ഭാഗത്തും വലിയ വലിയ മൗണ്ടൻ. ഇടത് ഭാഗത്തുള്ള മൗണ്ടനിൽ കുറേ മഞ്ഞ് കാണാം, വലത് ഭാഗത്തുള്ളതിലും കാണാം. അങ്ങനെ നമ്മൾ പാങ്ങോങ് ലേക്ക് ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ രീതിയിലല്ല, അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. നമ്മൾ ഇന്നലെ വന്ന റൂട്ടാട്ടോ ഇതൊക്കെ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് ഇന്നലെ രാത്രി കുറച്ചൊന്ന് അലയേണ്ടി വന്നു റൂം കിട്ടാൻ വേണ്ടി. അത് ഞങ്ങൾ കൾച്ചറിൽ പോയി, പിന്നെ അവിടെ നിന്ന് തിരിച്ച് വന്നു, അങ്ങനെയൊക്കെയാണ് ചെയ്തത്. ഇനി എന്തായാലും നമുക്ക് മുന്നോട്ട് തന്നെ പോവാം. ഓക്കെ, വാവ്, ആ നേരെ കാണുന്നുണ്ടോ മഞ്ഞമലകൾ. ആദ്യം തന്നെ നമ്മൾ ലഡാക്കിലേക്ക് കയറിയപ്പം ഒരു പരാതിയായിരുന്നു, അയ്യോ ഇവിടെ മഞ്ഞമല എന്ന്. ഇപ്പോൾ എല്ലാ സ്ഥലത്തും മഞ്ഞമലയാണ്. നമ്മളിപ്പോൾ പോകുന്നത് മാപ്പിലില്ലാത്തൊരു റൂട്ടിലാട്ടോ. അതായത് ഈ കുറച്ച് ദൂരം, ഇതൊക്കെ ഇപ്പോൾ പോകുന്നതൊക്കെ മാപ്പിലുണ്ടാവും. കുറച്ച് ദൂരം അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാപ്പിനകത്ത് നോക്കിയ സമയത്ത് മാപ്പിൽ കാണിക്കുന്നില്ല റോഡ്. വിച്ച് മീൻസ് നമുക്ക് ഒരു ഓഫ് റോഡ്, നല്ലോണം അങ്ങോട്ട് ഓഫ് റോഡായിരിക്കും ഉണ്ടാവുക, റോഡൊന്നും ഉണ്ടാവില്ല ചിലപ്പം. ഇവിടെ തന്നെ ഇപ്പം റോഡ് കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണുള്ളത്. അപ്പോൾ അങ്ങോട്ട് മൊത്തം നല്ല കട്ട ഓഫ് റോഡായിരിക്കും, ചില്ലുംപൊളി വൈബായിരിക്കും. കുറേ റൈഡേഴ്സൊക്കെ ഈ വഴി പോകുന്നുണ്ട്. സോ ഓഫ് റോഡിൽ കുടുങ്ങിപ്പോയാലും ഇൻ കേസ് ഇതിലൊക്കെ സഹായിക്കുമെന്നാണ് ശ്രദ്ധിക്കുന്നത്. യെസ്, ഉണ്ടാവും. ഓ, റോഡ് മോശമായി തുടങ്ങി കേട്ടോ. അലമ്പ റോഡായി, കടുക്കുട്ട് റോഡായി. അതാ ഓക്കെ. അയ്യോ, മൂപ്പര് ബ്രേക്ക് ഇട്ടാൽ ഞാൻ പെട്ട്. ബ്രേക്ക് ഇടല്ലേ, ഞാൻ ഈ സൈഡ് മാറുകയാണ്, ലാൻ മാറുന്നുണ്ടേ. ഇന്ന് ഞാൻ നല്ലോണം ആലു പൊറോട്ട തിന്നും. വിശക്കും മോനെ, അമ്മാരി എനർജിയാണ് ലോസാവുന്നത്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയേ, പണ്ടത്തെ ലഡാക്ക് എങ്ങനെ ഉണ്ടാവുന്നു. നമ്മൾ കയറി വന്ന ആ വഴിയൊക്കെ ഓഫ് റോഡ് ആണെങ്കിൽ ഓക്സിജൻ കിട്ടാത്ത സമയത്ത് ഓ എൻ്റെ മോനെ പൊളിക്കും. ഓ യാർ, കർപ്പൂര കന്യകയെ വാറായ് എൻ്റെ മരുത് വെറുതെ കൊണ്ട് അയ്യോ താര മകറാണിയേ വലത് കാലെടുത്ത് വാറാനിയേ
തമിടം തെരയാമ തമിടം തെരയാതെ ഒന്നായിടം തെരയാതെ ആരെ പോരോ മധുരയ്ക്ക് പോകാതെടി എന്താ മല്ലിപ്പൂ കണ്ണ വെക്കോ മാറി മാറി അയ്യോ അമ്മച്ചി എനിക്ക് വീട്ടിൽ പോണല്ലോ എനിക്ക് വീട്ടിൽ പോണം അയ്യോ വേണ്ട വേണ്ട അവിടെ നിൽക്ക് താഴത്തോട്ട് നോക്ക് എൻ്റെ അമ്മോ എനിക്ക് വീട്ടിൽ പോണേ എനിക്ക് ഇഷ്ടപ്പെട്ടു പോലെ അയ്യോ പേടി വന്നേ ഒന്ന് അങ്ങോട്ട് തെറ്റിയിട്ടുണ്ടെങ്കിൽ ഇതാ നമ്മൾ കുഴി പോവും നമ്മൾ പതുക്കെ പതുക്കെ എടുക്കുകയാണിതാ ചില്ലുംപൊടി റോഡ് ആഹാ പൊളി പൊളി ഓക്കെ ആഹാ 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 എന്താ ഗുഹേ ഐശ്ശേരി ഓ പൂട്ടിക്കോ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ മുകളിൽ ഓ പൊടിക്കാറ്റുണ്ട് പൊടീൻ്റെ കൂടെ അതാ മണ്ണും വീഴുന്നുണ്ട് അത് നോക്കിയേ കാണുന്നുണ്ടോ അറിയില്ല ഫുള്ള് പൊടിയാട്ടോ ഓ ഓക്കെ പൊടിക്കാറ്റ് അവിടെ മഞ്ഞുമല കാണാം ഇവിടെ മണൽത്തിട്ടകൾ കാണാം മരുഭൂമി നല്ല കാറ്റാട്ടോ ഒരു രക്ഷയില്ലാത്ത കാറ്റാ ചെറിയ ചെറിയ വാട്ടർ ക്രോസിങ് ഓയ് holy shit kaluti oh no yeah whoa ayo oops harga അവിടെ നിൽക്കട്ടോ അവിടെ നിൽക്ക് അപ്പുറത്തെ നിന്നാൽ മതി wait chalo up cool yeah that's it oh. Okay oh man are you okay yeah cool പുഷ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ പുഷ് ചെയ്യേണ്ടി വരും സുധര കം
No, no, no. Yeah, cool. Hey. Let's go now. പതുക്കെ ഇവിടെ നടന്നു പോവോ? വെക്കാം. ഓക്കെ. Wow. Cool. Yes, man. പാവോ നടന്നു വരുന്ന പാവോ. അവിടെ നോക്ക്, ഞാൻ പിടിക്കാം. ഹെൽമെറ്റ് ഞാൻ പിടിക്കാം. എപ്പത്താത്ത കമാൺ. ചെറുതായിട്ട് കുഴപ്പമില്ല, ചെറുതായിട്ട് വെള്ളം കയറി, കുഴപ്പമില്ല. വാ, നമ്മളിതേ ആ ചെറിയൊരു വാട്ടർ ക്രോസിങ്, അത് വളരെ ചെറുതാട്ടോ, ചെറിയ വാട്ടർ ക്രോസിങ് കഴിഞ്ഞ് നമുക്ക് നല്ല റോഡ് കിട്ടി നൈസായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ആ GS ഭയങ്കര ഹെവിയാണ്, അതുകൊണ്ടാണ് സ്റ്റക്കായി പോയത്. അല്ല ഈസി ആയിട്ട് പോകുന്നതേ ഉള്ളൂ. ലഗേജിൽ ഏതൊരു വണ്ടിയാണെങ്കിൽ ലഗേജ് ഇല്ലെങ്കിൽ ഇതുപോലത്തെ വാട്ടർ ക്രോസിംഗ് ഒക്കെ സിമ്പിളായിട്ട് പോവാം. ജസ്റ്റ് ഒന്ന് എണീറ്റ് നിന്നാൽ മതി, കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് പോകും. Yeah, that's my boy. Come on. Yeah. Hero. Hurry നിർത്താ. No. It's fine. Let's go. Oh. Yeah, that's fine. Come. Just sit down and relax. Cool. I'll take care of this. Oh man. Cool. ഞാൻ ആദ്യം വിചാരിച്ച് ചെറുതായിരിക്കും, പിന്നെ നൈസായിട്ട് എല്ലാത്തിനും ഓഫ് റോഡ് കിട്ടി തുടങ്ങി കേട്ടോ. വാവ്, റിയലി ഐ ലവ്ഡ് ഇറ്റ്. ഭയങ്കര ഭീകരത, സത്യം പറയാലോ, ഭയങ്കര ഭീകരത. അവിടുന്ന് കൂടി വന്നപ്പോഴേ നേരത്തെ കണ്ടില്ലേ ഇങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണുന്ന കൊക്ക പോലെ, അതൊന്നും എനിക്ക് അത്ര പേടിയൊന്നുമില്ല. പക്ഷെ ഇതെന്തോ ഒരു ഭീകരത, ഈ മൗണ്ടൈനും ഒക്കെ കൂടി വന്നപ്പോഴത്തേക്ക്. Oh, yeah, man. എന്താണത് നോക്ക്. ഞാൻ ഈ സൈഡിൽ കൂടി ഓടിക്കാം കേട്ടോ, റൈറ്റ് സൈഡിൽ കൂടി പതുക്കി ഓടിക്കാൻ എനിക്ക് കിളിയാവുന്ന കാല്. തമാശ അറിയല്ല എൻ്റെ മോൻ, ആ ഭീകരത
നോക്ക്. ഓ മൈ ഗുഡ്നസ് ഷിറ്റ്. നോക്ക്. ആരാ സോജിലേക്ക് വേൾഡ് നൊട്ടോറിയസ് റോഡ് എന്നൊക്കെ പറഞ്ഞത്? എനിക്ക് തോന്നുന്നു ഇതൊക്കെ തന്നെ അയക്കുന്നു. എൻ്റെ മോനെ. അങ്ങനെ പാങ്ങോങ് ലേക്കിൽ എത്തിയിട്ടുണ്ട്. വെൽക്കം ടു പാങ്ങോങ് ലേക്കൊക്കെ ആ ബോർഡൊക്കെ കണ്ടു. ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്. അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. ബിക്കോസ് ഇപ്പം നിങ്ങൾക്ക് പാങ്ങോങ്ങിൻ്റെ വിഷ്വൽസ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് നന്നാവില്ല. അപ്പം നാളെ രാവിലെ നിങ്ങൾക്ക് അടിപൊളി വ്യൂസായിട്ട് അടിപൊളി ഷോർട്സായിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ. നിങ്ങളെല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം എന്നാൽ കഴിയുന്ന വിധം ഞാൻ നിങ്ങൾക്കിത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്, കാണിച്ചു തരുന്നുണ്ട്. അപ്പം അതുവരയ്ക്കും അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ, ടാറ്റ. സപ്പോർട്ട് ചെയ്യാം കേട്ടോ മാക്സിമം. ബൈ.